നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മാസം 1000 രൂപ പെൻഷൻ ലഭിക്കാൻ വേണ്ടി സ്ത്രീ സുരക്ഷാ പെൻഷൻ അപേക്ഷ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട വളരെ സുപ്രധാനമായിട്ടുള്ള അറിയിപ്പുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. നമ്മുടെ വീട്ടിലെ മറ്റാളുകളോ ഈ ഒരു പെൻഷൻ അപേക്ഷിച്ച ആളുകൾ നിർബന്ധമായിട്ടും വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഏകദേശം 2 മാസത്തിലധികമായി നമ്മൾ അപേക്ഷ കൊടുത്തിട്ട് ഇതുവരെ ആർക്കും ഇപ്പോൾ 1000 രൂപയുടെ പെൻഷൻ ലഭിച്ചിട്ടില്ല. എന്നാൽ ഏകദേശം ഇപ്പോൾ 13 ലക്ഷത്തിൽ അധികം ആളുകളാണ് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത്. അതിലിപ്പോൾ ഏകദേശം 1 ലക്ഷത്തിലധികം ആളുകളുടെ അപേക്ഷ ഇപ്പോൾ തള്ളിയിട്ടുണ്ട്. പലർക്കും പല കാരണം കൊണ്ടും അപേക്ഷ തള്ളിയിട്ടും പലരുടെയും ഫോണിലേക്ക് മെസ്സേജ് വന്നിട്ടും അത് എന്തുകൊണ്ടാണെന്നോ അന്വേഷണം നടത്താതെ ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾ എങ്ങനെയാണ് ഇത് തള്ളിയോ ഇല്ലേ എന്ന് അറിയുക, അതുപോലെ തന്നെ തള്ളിക്കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ ഉപയോഗിച്ച് തന്നെ നമുക്കിതിൻ്റെ സ്റ്റാറ്റസ് അറിയാൻ സാധിക്കുന്നുണ്ട് എന്നതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ഈ ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങളോ രാഷ്ട്രീയപരമായ കാര്യങ്ങളോ ഒന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് മാസം 1000 രൂപ ലഭിക്കുന്ന ഒരു പദ്ധതിയാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ. ഏകദേശം ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഒട്ടുമിക്ക ആളുകളും ഈ ഒരു അപേക്ഷ വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ അപേക്ഷ വെച്ച ആളുകൾക്ക് പലർക്കും പല രൂപത്തിലുള്ള മെസ്സേജുകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ എസ് എന്നും എല്ലാത്ത ആളുകൾ നോ എന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇങ്ങനെ മെസ്സേജ് വന്ന ആളുകൾക്ക് ആദ്യം മെസ്സേജ് വന്നത് അത് അപ്രൂവൽ മെസ്സേജ് ആയിരുന്നു. എന്നാൽ പിന്നീട് ഈ അപ്രൂവൽ മെസ്സേജ് വരാത്ത ആളുകൾക്ക് റിജക്റ്റ് ആയി എന്ന് പറഞ്ഞ മെസ്സേജുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ അത് സിറ്റിസൺ ലോഗിലേക്ക് തന്നെ തിരിച്ചയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ മെസ്സേജുകൾ വരുന്നുണ്ട്. അങ്ങനെ പലർക്കും പല രൂപത്തിലുള്ള മെസ്സേജുകൾ വരുന്നുണ്ട്. ആയി നമ്മൾ നോക്കാൻ പോകുന്നത്, ഇങ്ങനെ മെസ്സേജ് വരാത്ത ആളുകൾ നിർബന്ധമായും കെ സ്മാർട്ട് ആപ്ലിക്കേഷൻ വഴി അവരുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുക. നമ്മുടെ മൊബൈൽ ഫോണിൽ ഗൂഗിളിൽ കെ സ്മാർട്ട് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ സ്റ്റാറ്റസ് അറിയാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ സ്റ്റാറ്റസ് കാണിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഇൻവാലിഡ് എന്ന് കാണിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ എവിടെയാണ് അപേക്ഷ കൊടുത്ത് അവരുമായി ബന്ധപ്പെടുക. അതല്ല, നിങ്ങൾക്ക് അത് റിജക്റ്റ് മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ നമ്പർ സഹിതം നിങ്ങൾ എവിടെ നിന്നാണ് അപേക്ഷ കൊടുത്ത് അവരുമായി ബന്ധപ്പെടുക. ചില ആളുകൾക്ക് ഇതിനെ തുടക്ക സമയത്ത് നൽകിയ ആളുകൾക്ക് സോഫ്റ്റ്വെയർ തകരാറ് മൂലം ഡേറ്റ് ഓഫ് ബർത്ത് നൽകാൻ സാധിച്ചിരുന്നില്ല. അങ്ങനെ ഇത് കുറേ ആളുകൾ റിജക്റ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റു ചില ആളുകൾക്ക് രേഖകൾ അപ്ലോഡ് ചെയ്യുന്ന സമയങ്ങളിലെ പ്രശ്നങ്ങൾ കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയത് കൊണ്ടും ചില ആളുകൾക്ക് പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെയും കുറച്ച് ആളുടെ ഇത് റിജക്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ എവിടെ നിന്നാണോ അപേക്ഷ സമർപ്പിച്ചത് അവർക്ക് മാത്രമാണ് എന്ത് കാരണം കൊണ്ടാണോ അപേക്ഷ തള്ളിയതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ എന്ത് കാരണം കൊണ്ടാണ് അപേക്ഷ തള്ളിയതെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ കൂടി ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അപേക്ഷിച്ച് കഴിഞ്ഞാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് 1000 രൂപയുടെ പെൻഷൻ ലഭിക്കുക. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഈ പെൻഷൻ മുടങ്ങുന്നതാണ്. പെൻഷൻ വിതരണം ഉടൻ തന്നെ തുടങ്ങുമെന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത്. ഈ മാസം മുമ്പ് തന്നെ ഇങ്ങനെയുള്ള വിതരണങ്ങൾ തുടങ്ങി വെക്കും. കാരണം അടുത്ത മാസം മുതൽ നിയമസഭാ ഇലക്ഷൻ്റെ നോട്ടിഫിക്കേഷൻ വരികയാണ്. അന്നിങ്ങനെയുള്ള കാര്യങ്ങൾ തുടങ്ങാൻ സാധിക്കുകയില്ല. അതിനുമുമ്പ് തന്നെ പെൻഷൻ വിതരണം തുടങ്ങി വെക്കാനാണ് ഇപ്പോൾ സാധ്യത കാണുന്നത്. നിർബന്ധമായിട്ട് ഈ ഒരു പെൻഷൻ വിതരണം തുടങ്ങുന്നതിന് മുമ്പായി തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു. ഇതുപോലത്തെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ